അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ആധുനിക പണ്ഡിതരിൽ ഒരാളാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദു. ഈജിപ്റ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന, ഈജിപ്തിലാണ് ജനിച്ചതെങ്കിലും പിന്നീട് ലോകത്താകമാനം ഒരുപാട് സ്വാധീനം, ആധുനിക ചിന്തയിൽ മുസ്ലിം ലോകത്ത് ഒരുപാട് സ്വാധീനം നൽകുന്നതിൽ, നേടിക്കൊടുക്കുന്നതിൽ, അതുപോലെ തന്നെ ഇമ്പീരിയലിസ്റ്റ് അധിനിവേശ കോളനിവൽക്കരണ പ്രോസസ്സിന്റെയും പ്രൊജക്ടിന്റെയും അതിനെതിരെ മുസ്ലിം ജനങ്ങൾക്കിടയിൽ ശക്തമായ ഒരു വ്യൂ പോയിന്റ് രൂപീകരിക്കുന്നതിലും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിന്റെ റോൾ മഹത്തരമാണ്. സലഫി വ്യൂ പോയിന്റ് തുടരുന്ന അദ്ദേഹം ഒരേ സമയം തന്നെ ആധുനിക ചിന്ത, സാധാരണ സലഫി ചിന്താഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക ചിന്തയോട്, പ്രത്യേകിച്ച് പാശ്ചാത്യ ചിന്തകളോടും അത് പാശ്ചാത്യ ലോകത്ത് ചെലുത്തിയ സ്വാധീനത്തെയും അതിലൂടെ ഉണ്ടായ സാങ്കേതിക മികവിനെയും അവരുടെ വളർച്ചയെയും, ശാസ്ത്രീയ മേഖലയിലാണെങ്കിലും ടെക്നോളജിയുടെ മേഖലയിലാണെങ്കിലും വിവിധ മേഖലകളിലുണ്ടായ വളർച്ചയിൽ ആകൃഷ്ടനായ അദ്ദേഹം ഇസ്ലാമിക ലോകത്തും മുസ്ലിം ലോകത്തും അതിൻ്റെതായ പ്രിൻസിപ്പിൾ വളരണമെന്നും രൂപപ്പെടണമെന്നും ആ രീതിയിൽ യുക്തിയുടെയും അതുപോലെ തന്നെ ഒരേ സമയം തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാന സംഭവങ്ങളുടെയും അതേപോലെ തന്നെ പാശ്ചാത്യ ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള ആ ഒരു റീസണിങ്ങിന്റെയും അടിസ്ഥാനത്തിൽ മുസ്ലിം ലോകത്തും ഒരുപോലെ വളർച്ച ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച, പ്രത്യാശിച്ച മഹാനായ പണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദു. 1849 ഡെൽറ്റ ഏരിയയിലെ, ഈജിപ്തിലെ ഡെൽറ്റ ഏരിയയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരണവും ഈജിപ്തിൽ തന്നെയാണ്. 1905 ജൂലൈ 11 അദ്ദേഹം മരിക്കുന്നത്. അറബ് സംസാരിക്കുന്ന അതേപോലെ തന്നെ പടിഞ്ഞാറൻ ലോകത്തേക്ക് നല്ലൊരു ശതമാനം ജീവിതാനുഭവങ്ങൾ ഉള്ള ആധുനികരായ മുസ്ലിങ്ങളിൽ, പ്രമുഖരായ ആധുനികരായ മുസ്ലിങ്ങളിൽ ഒരാളാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദു. അതുപോലെ തന്നെ ഇസ്ലാമിക മേഖലയിലെ വിവിധ വിജ്ഞാന മേഖലകളിലെല്ലാം ആഴത്തിലുള്ള ചിന്തയും വിജ്ഞാനവും നേടിയെടുത്ത അദ്ദേഹം സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലും ആ ഒരു കാലഘട്ടത്തിലെ അറബ് മുസ്ലിം ലോകത്തിലെ, പ്രത്യേകിച്ച് ഈജിപ്തിലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു ഇസ്ലാമിക പണ്ഡിതൻ എന്ന നിലയിലും ഫഖീഹ്, ഒരു ജൂറിസ്റ്റ് എന്ന നിലയിലും അതുപോലെ തന്നെ മുസ്ലിം ലോകത്തെ അന്നത്തെ സാമ്പ്രദായിക സാമൂഹിക രാഷ്ട്രീയത്തിൽ നിന്ന് ഭിന്നമായ ഒരു പുതിയ ചിന്ത മുസ്ലിം ലോകത്ത് സമർത്ഥിക്കാനും കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആ ചിന്തയിലൂടെ തന്നെ മുസ്ലിം ലോകത്തെ ഒരു പുതിയ ഒരു മാനം ഇസ്ലാമിക വിഷയങ്ങളിൽ കാണുന്നതിലും മുസ്ലിം സൊസൈറ്റിയെ കാണുന്നതിലും രാഷ്ട്രീയ വിഭാവനകളെ കാണുന്നതിലുമെല്ലാം ഒരു പുതിയ ഒരു മാനം നൽകാൻ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം ചെറുപ്പകാലത്ത് തന്നെ ഈ അവിടെ തന്നെ തൊണ്ടയിലുള്ള മദ്രസകൾ പഠിക്കുകയും പിന്നീട് അവിടുത്തെ ജാമിഅത്തുൽ അസ്ഹറിൽ പഠിക്കാൻ വരികയും ചെയ്യുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, അവിടെ പഠിപ്പിക്കുന്ന രീതി, അവിടുത്തെ സാമ്പ്രദായിക വിദ്യാഭ്യാസ രീതിയെയും അതുപോലെ തന്നെ ഗ്രമറ്റിക്കലിൽ മാത്രം കൂടുതൽ ഫോളോ ചെയ്യുന്ന, മുമ്പേ എഴുതി വെച്ച കിതാബുകളിൽ നിന്ന് മുന്നോട്ട് കടക്കാത്ത രീതിയിലുള്ള വൈജ്ഞാനിക ചർച്ചകൾ, ഇതിലെല്ലാം അദ്ദേഹത്തിന് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ രചനകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതിന് ശേഷം തന്നെയും അദ്ദേഹത്തിന്റെ ഒരുപാട് സംഭാവനകളുണ്ട്. ഈ ഒരു അൽ-അസ്ഹർ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജമാലുദ്ദീൻ അഫ്ഗാനി അവിടെ വരികയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ചിന്തകളിൽ ശക്തമായ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. 1872 കാലഘട്ടങ്ങളിൽ ജമാലുദ്ദീൻ അഫ്ഗാനി ലോക മുസ്ലിങ്ങളിൽ അന്ന് ഒരു പാൻ ഇസ്ലാമിക് മൂവ്മെന്റിൽ, ലോക ഇസ്ലാമിക യൂണിറ്റിയെ കുറിച്ചിട്ടുള്ള ശക്തമായ ചിന്ത വിതറിയ പ്രമുഖരായ മുസ്ലിം നേതാക്കളിൽ ഒരാളാണ് സയ്യിദ് ജമാലുദ്ദീൻ അഫ്ഗാനി. അദ്ദേഹത്തിന്റെ ചിന്തകളിൽ ആകൃഷ്ടനായ, അവിടെ എത്തി, അൽ-അസ്ഹറിലെത്തി അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിലൂടെയും ചർച്ചകളിലൂടെയും ആകൃഷ്ടനായ മുഹമ്മദ് അബ്ദുവും സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ചിന്തകളിൽ
ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ചിന്തകളിൽ കൂടുതൽ ആകർഷണനാവുകയും പിന്നീട് മുഹമ്മദ് അബ്ദുവിന്റെ ചിന്തകളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങളിലെല്ലാം അത് കൂടുതൽ പ്രതിഫലിച്ചതായി നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് തിയോളജിയിലാവട്ടെ, അദ്ദേഹത്തിന്റെ തത്വചിന്തകളിലാവട്ടെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചിന്തകളിലാവട്ടെ, ഇതിലെല്ലാം ജമാലുദ്ദീൻ അഫ്ഗാനിന്റെ ചിന്തകൾ കൂടുതൽ പ്രകടമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു അവിടുത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും മുഹമ്മദ് അബ്ദുവിനെ പോലുള്ള അദ്ദേഹത്തെ ബാക്കിയുള്ളവരുടെയും സഹപ്രവർത്തകർക്കും എതിരായതിനാൽ ഇവരെ പിന്നീട് നാട് കടത്തുകയുണ്ടായി. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലാണ് ജമാലുദ്ദീൻ അഫ്ഗാനിനെ ഈജിപ്തിൽ നിന്ന് നാട് കടത്തുന്നു 1879. അതുപോലെ മുഹമ്മദ് അബ്ദുവിനെ ആ ഗ്രാമത്തിൽ അദ്ദേഹം താമസിച്ചിരുന്ന ഗ്രാമത്തിൽ നിന്നും മാറ്റി നാട് കടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്വന്തമായ ഗ്രാമത്തിലേക്ക് ഡെൽറ്റ ഭാഗത്തേക്ക് തിരിച്ചു പോയി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ജമാലുദ്ദീൻ അഫ്ഗാനി തന്നെയും ഭരണതലത്തിലുള്ള ഒരു ഗസറ്റിലെ എഡിറ്ററായി മാറുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അറബ് മുസ്ലിം ലോകത്ത്, പ്രത്യേകിച്ച് ഈജിപ്തിൽ തന്നെയും ശക്തമായ കോളനിവൽക്കരണം നടത്തിക്കൊണ്ടിരുന്ന ആംഗ്ലോ ഫ്രഞ്ച് രാഷ്ട്രീയ മൂവ്മെന്റിനെതിരെയൊക്കെ ശക്തമായി സംസാരിക്കാൻ അദ്ദേഹം ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഉറാബി ഭാഷയുടെ റെബല്യൻ, ഈ ഒരു യൂറോപ്യൻ ഇൻവേഷൻ ഭാഷയുടെ 1882 നടന്ന വിപ്ലവ പ്രവർത്തനങ്ങൾക്കിടയിൽ മുഹമ്മദ് അബ്ദുവിന്റെയും ഒരു സ്വാധീനമുണ്ട്. ഇതിന്റെ പേരിലും അദ്ദേഹത്തെ പുറത്താക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് 1884 മുഹമ്മദ് അബ്ദു ജമാലുദ്ദീൻ അഫ്ഗാനിയുമായിട്ട് പാരീസിൽ കണ്ടുമുട്ടുകയും അവിടെ വെച്ചുകൊണ്ടാണ് അൽ ഉർവത്തുൽ വുസ്ക എന്ന് പറയുന്ന ലോക പ്രശസ്തമായ ആ പ്രസിദ്ധീകരണം അവർ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നത്. ഇത് ഈജിപ്റ്റ്, ഇന്ത്യ അടക്കമുള്ള ഈജിപ്തിലും ഇന്ത്യയിലും വിവിധ വെസ്റ്റേൺ രാഷ്ട്രങ്ങളിലും ഇത് പല ഭാഗങ്ങളിലേക്കും കടത്തിക്കൊണ്ടുപോവുകയും അവിടെയുള്ള മുസ്ലിങ്ങൾക്കിടയിൽ പുതിയ ചിന്ത, ഇസ്ലാമിക ലോകത്തെക്കുറിച്ചും ആന്റി ഇമ്പീരിയലിസ്റ്റ് ആക്ടിവിറ്റീസത്തെക്കുറിച്ചുമുള്ള പുതിയ ചിന്തകൾ പ്രസരിപ്പിക്കാൻ അൽ ഉർവത്തുൽ വുസ്കയിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞതായും നമുക്ക് കാണാൻ കഴിയും. ഇദ്ദേഹത്തിന്റെ ചിന്തകളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ പിന്നീട് അദ്ദേഹം ദമസ്കസിലും ബൈറൂത്തിലും അവിടെ താമസിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിലാണ്, ഈ ഒരു വിവിധ നാടുകൾ താമസിക്കുന്ന പശ്ചാത്തലത്തിലും പിന്നീട് പാരീസിലുമുള്ള ജീവിത പശ്ചാത്തലത്തിലുമാണ് ജമാലുദ്ദീൻ അഫ്ഗാനിയുമായി കണ്ടുമുട്ടുന്നതും. അങ്ങനെ 1884 മാർച്ച് മുതൽ ഒക്ടോബർ വരെയുള്ള കാലഘട്ടത്തിലാണ് അൽ ഉർവത്തുൽ വുസ്ക ഇവർ രണ്ടുപേരും കൂടി പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷം 1888 മുഹമ്മദ് അബ്ദു അദ്ദേഹത്തിന് ഈജിപ്തിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുങ്ങി വരികയും അവിടെ അദ്ദേഹം ഖാളിയായി അവസാന ജീവിത കാലഘട്ടം വരെയും മാറുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ പിന്നീട് അദ്ദേഹം നാഷണൽ കോർട്ടിൽ അദ്ദേഹം ജഡ്ജായി മാറുകയും പിന്നീട് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി തന്നെ അദ്ദേഹം ഈജിപ്തിന്റെ മുഫ്തിയായി മാറുന്ന സാഹചര്യവും നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇസ്ലാമിക നിയമാവലികളിലും അതുപോലെ തന്നെ വിവിധ റിലീജിയസ് സോഷ്യോ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിലും ധാരാളം പുതിയ ചിന്തകൾ, റിഫോമുകൾ നടത്താനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്നത്. അതുപോലെ തന്നെ അൽ അസർ, ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയും അദ്ദേഹം അൽ അസറിൽ ക്ലാസുകൾ എടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അൽ അസറിൽ അതുവരെ നിലവിൽ ഉണ്ടായിരുന്ന, അപ്പോഴും നിലനിന്ന് പോന്നിരുന്ന ഒരു സാമ്പ്രദായിക വിദ്യാഭ്യാസ രീതിക്കെതിരെ അദ്ദേഹം ശക്തമായി സംസാരിച്ചിരുന്നു. അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെതിരെയും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വിശദമാക്കുന്നതിനെതിരെയും അതിനു വേണ്ടിയിട്ടും കരിക്കുലം പുനർക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടും അതിനെ പുരോഗമന രീതിയിൽ, അതായത് പുതിയ രീതിയിലേക്ക് മാറ്റുന്നതിനും ആവശ്യമായ ധാരാളം വിഷയങ്ങളിൽ അതിലേക്ക് ആഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടും അദ്ദേഹം ധാരാളം പ്രയത്നിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിനിടയിൽ ദരിദ്രരായ കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലും ഇവിടെ തന്നെ ഈജിപ്തിലെ തന്നെ പൊളിറ്റിക്കൽ കോപ്പറേഷനുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ധാരാളം വർക്ക് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാരോട് തന്നെ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവിടുത്തെ ഈജിപ്തിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആവട്ടെ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവട്ടെ, ഇതിലൊക്കെയും
പുതിയ ഒരു മാനങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം അദ്ദേഹം നടത്തിയതായി അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുവിന്റെ രചനകളിൽ ഏറ്റവും പ്രസിദ്ധവും ഇന്നും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് റിസാലത്ത് തൗഹീദ് എന്നറിയപ്പെടുന്ന ട്രീറ്റീസ് ഓഫ് തൗഹീദ് അല്ലെങ്കിൽ വൺനെസ് ഓഫ് ഗോഡ് എന്നറിയപ്പെടുന്ന ആ രചന. അതായത് സ്വാഭാവികമായും ഈ രചനയ്ക്ക് ഒരു പശ്ചാത്തലവും കൂടിയുണ്ട്. ഈജിപ്തില്, പ്രത്യേകിച്ച് നോർത്ത് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം രാഷ്ട്രമായ ഈജിപ്തിലും ആദ്യം ഫ്രഞ്ചും പിന്നീട് ബ്രിട്ടീഷ് ഇമ്പീരിയലിസവും വിവിധ കാലഘട്ടങ്ങളിലൂടെ നടത്തിക്കൊണ്ടുവന്നിരുന്ന ഈ എഡ്യൂക്കേഷണൽ ട്രാൻസിഷൻ ഉണ്ട്. അവിടെ വിദ്യാഭ്യാസ ക്രമത്തിൽ കൂടി ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുകയും അവിടെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ശക്തമായി ഇമ്പോസ് ചെയ്യപ്പെടുന്ന ഒരു വ്യാപനം. സ്വാഭാവികമായും ഈജിപ്തിൽ കോപ്റ്റിക് ക്രിസ്ത്യൻസ് ഉണ്ട്, വിവിധ ക്രിസ്ത്യൻ സമൂഹങ്ങളുമുണ്ട്. എന്നാൽ ഒരു ക്രിസ്ത്യൻ ഇമ്പോസ്ഡ് ചെയ്യപ്പെടുന്ന ക്രിസ്ത്യൻ മതപ്രചാരണത്തിനെതിരെയും കൂടിയാണ് ഈ പറയുന്ന റിസാലത്ത് തൗഹീദ് എഴുതുന്നത് എന്നതിന്റെ ഒരു പശ്ചാത്തലവും കൂടി നമുക്കുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ ഒരു രചനയിൽ സയൻസിനെ കുറിച്ചും സിവിലൈസേഷനെ കുറിച്ചും ഒരുപാട് വിശദീകരണങ്ങളും അദ്ദേഹം ഈ രചനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട രചനയാണ് തഫ്സീറുൽ മനാർ. തഫ്സീറുൽ മനാർ അദ്ദേഹം എഴുതുകയും പിന്നീട് അത് കംപ്ലീറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലോക പ്രശസ്ത പണ്ഡിതൻ തന്നെയായ റഷീദ് റിളയാണ്. ആ ഒരു രചനയും അദ്ദേഹത്തിന്റെ ഖുർആനിക വിശദീകരണവുമായ അതേപോലെ തന്നെ ഇസ്ലാമിക ചരിത്ര സംഭവങ്ങളും ഹദീസുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളുമെല്ലാം തഫ്സീറുൽ മനാറിൽ കൂടുതൽ പ്രകടമാണ്. അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിന്റെ തിയോളജിക്കലായ ദൈവശാസ്ത്രപരമായ ചർച്ചകളിലെ അദ്ദേഹം റീസണിനെയും വഹീനെയും ബുദ്ധിയെയും അക്കലിനെയും യുക്തിയെയും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ചിന്തയാണ് അദ്ദേഹം മുന്നോട്ട് സമർപ്പിച്ചത്. എല്ലാ മനുഷ്യന്മാർക്കും എല്ലാവർക്കും സ്വയം വില്ല് തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ എല്ലായിടത്തും ഒരു എത്തിക്കൽ, അതായത് ഒരു ധാർമ്മികമായ പിൻബലം നിയമാവലികൾക്കും ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾക്കും അനിവാര്യമാണ് എന്ന് സമ്മതിച്ച ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അൽ അഖലാനിയ അൽ മുഅ്മിന, നമ്മുടെ മനുഷ്യന്റെ ഇന്റലക്ട് തന്നെയും ഭൗതികത തന്നെയും മുഅ്മിനത്തായി മാറണം, വിശ്വാസപരമായ അതിന്റെ അടിസ്ഥാനത്തിലുള്ളതാവണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ്. സ്വാഭാവികമായും ഈ ഒരു പുതിയ ചിന്ത മുസ്ലിം ലോകത്ത് സമർപ്പിച്ചത് കൊണ്ട് തന്നെ ഈ തഖ്ലീദുമായി ബന്ധപ്പെട്ട ആ ഒരു ബ്ലൈൻഡ് ഇമിറ്റേഷൻ അത് ഒരിക്കലും ശരിയാവുകയില്ല എന്ന് പറഞ്ഞു. അതേസമയം തന്നെ റീസണിങ്ങിനെയും യുക്തിയെയും സയൻസിനെയും പാശ്ചാത്യ ചിന്തകളിൽ ആകർഷനായ മുഹമ്മദ് അബ്ദു ഒരേ സമയം തന്നെ വെസ്റ്റേൺ ഐഡിയകളിലും തഖ്ലീദ് പാടില്ല എന്ന് പറഞ്ഞ ആളും കൂടിയാണ്. അതായത് സാമ്പ്രദായിക ചിന്തകളിലും തഖ്ലീദ് പാടില്ല, അതുപോലെ തന്നെ ബ്ലൈൻഡ് ഇമിറ്റേഷൻ, തഖ്ലീദ് എന്ന് പറയുന്നത് ഓവർ ഇമിറ്റേഷനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഈ പറയുന്നത്. അതുപോലെ തന്നെ പാശ്ചാത്യ ചിന്തകളിലും അത് പാടില്ല എന്ന് പറഞ്ഞ ആളാണ്. അതുപോലെ തന്നെ ഈ സ്കോളസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ, പണ്ഡിതന്മാരുടെ ഈ റിജിഡായ ചിന്തകളെ കുറിച്ച് ശക്തമായ വിമർശനങ്ങൾ അയച്ചുവിട്ട ആളാണ് അദ്ദേഹം. സമൂഹത്തിന്റെ ഈക്വിറ്റിനെ കുറിച്ചും വെൽഫെയർ ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചും മസ്ലഹത്തിനെ കുറിച്ചുമെല്ലാം കൂടുതൽ ചിന്തിച്ച ആളാണ് ഷേഖ് മുഹമ്മദ് അബ്ദു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചിന്തകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റീസണും അതുപോലെ തന്നെ സയൻസും ഇസ്ലാമിനോട് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ് എന്ന് അദ്ദേഹം സമർപ്പിക്കുകയുണ്ടായി. ഇസ്ലാമിനെ ആധുനിക നാഗരികതയോടുകൂടി ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ട് എന്ന് അദ്ദേഹം സമർപ്പിക്കുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ പ്രധാന ചിന്തകളിൽ ചില പ്രധാനമായ കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാത്തരം മോശമായ ഖുറാഫാത്തിൽ നിന്നും ബിദ്അത്തിൽ നിന്നുമുള്ള ഒരു പ്യൂരിഫിക്കേഷൻ, ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഒന്ന്. മറ്റൊന്ന്, വിദ്യാഭ്യാസപരമായ തരത്തിലുള്ള വിവിധ മേഖലകളിലുള്ള റിഫോം, പരിഷ്കരണങ്ങൾ ആവശ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ആധുനിക ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ റീഡിങ്ങിന്റെ പുനർവായനയുടെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായി.
ക്രിസ്ത്യാനിറ്റിയുടെ അല്ലെങ്കിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇമ്പീരിയലിസ്റ്റ് ശക്തികളുടെ അറ്റാക്കിൽ നിന്ന്, ആക്രമണത്തിൽ നിന്ന് ഇസ്ലാമിനെ പ്രതിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഒരേ സമയം തന്നെ വെസ്റ്റിന്റെ ഇമ്പീരിയലിസത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും പാശ്ചാത്യ നാഗരികതയുടെ പ്രൊഡക്റ്റായ സയൻസിനെ അതിനെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യകതയും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ ഖുർആനിൽ അദ്ദേഹം ഖുർആനെ കുറിച്ചും തഫ്സീറുൽ മനാറിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യനെ റീസണിങ് ഉപയോഗിക്കാൻ കൽപ്പിക്കുന്നതാണ് ഖുർആൻ. അതിൻ്റെ കൂടെ തന്നെ പ്രോഫറ്റ്സിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളും കാണിച്ചു തന്ന കാര്യങ്ങളെ അത് വേണ്ട രീതിയിൽ ഭൗതികമായി കൈകാര്യം ചെയ്യേണ്ടതിന്റെ അനിവാര്യതയെ അദ്ദേഹത്തിന്റെ ഈ തഫ്സീർ മനാറിൽ കൂടി ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അദ്ദേഹം എഡ്യൂക്കേഷൻ ആണ് ഇദ്ദേഹത്തിന്റെ ചിന്തകളിലെ പ്രധാന മേഖല. കാരണം അൽ-അസ്ഹറിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് വരികയും മുഫ്തി, ഈജിപ്തിന്റെ മുഫ്തിയായി മാറുന്ന സാഹചര്യത്തിലും അൽ-അസ്ഹറിൽ തന്നെ അധ്യാപകനായി വരുന്ന സാഹചര്യത്തിലുമെല്ലാം അൽ-അസ്ഹറിന്റെ വിദ്യാഭ്യാസ ക്രമത്തെയും അവിടുത്തെ സിലബസിനെയും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിനെയും അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിലുമെല്ലാം വ്യക്തമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച ആളാണ് മുഹമ്മദ് അബ്ദു. ഇതുകൊണ്ട് തന്നെ അവിടുത്തെ പണ്ഡിതന്മാരിൽ നിന്നും ശക്തമായ വിമർശനങ്ങൾ ഇദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലകളിൽ അദ്ദേഹം ഈ സ്വാഭാവികമായും അറബ് ലോകത്തെ, പ്രത്യേകിച്ച് അറബ് ലോകത്തിന്റെ തന്നെ സാംസ്കാരിക കേന്ദ്രം എന്നറിയപ്പെട്ടിരുന്ന ഈജിപ്തിന്റെ തന്നെ വിദ്യാഭ്യാസ ക്രമം രണ്ട് തരത്തിലായിരുന്നു. ഒന്ന്, മുഴുവൻ വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ആയ അതിനെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ. രണ്ടാമത് അൽ-അസ്ഹർ പോലെയുള്ള അന്ന് മുസ്ലിം പാരമ്പര്യ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടുവന്നിരുന്ന സ്ഥാപനങ്ങൾ. ഇതിനെ രണ്ടിനെയും അദ്ദേഹം ഒരുപോലെ നിരൂപണം ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇതിനെയും ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുകയില്ല. അതായത് പലപ്പോഴും ഈ വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് എന്ന് അത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഇസ്ലാമികമായ യാതൊരു തരത്തിലുള്ള ഒരു ബന്ധവും കാണിക്കാത്ത സാഹചര്യമായിരുന്നു. അതിനെ ശക്തമായി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ സമയം തന്നെ രണ്ടും ഒന്നിച്ച് ചേർത്ത് കൊണ്ടുപോകണമെന്ന് ആഹ്വാനം ചെയ്ത ആളാണ് സയ്യിദ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദു. അതുപോലെ തന്നെ ഈ രണ്ട് സയൻസിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള, വെസ്റ്റേൺ ചിന്തകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ ക്രമത്തെയും ഇസ്ലാമിക പാരമ്പര്യ വിദ്യാഭ്യാസ ക്രമത്തിൽ തമ്മിലൊരു പാലം പണിയേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ അദ്ദേഹം അൽ-ത്വന്ത സ്ഥാപനത്തിലും അവിടെയുള്ള മദ്രസകളിലും ജാമിയത്തുൽ അസ്ഹറിലും ധാരാളം ഒരു പുരോഗമന രീതികൾ, ആവിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി. അദ്ദേഹം 1889 കാലഘട്ടങ്ങളിൽ അൽ-അസ്ഹറിന്റെ റെക്ടർ പോസ്റ്റിലേക്ക് അദ്ദേഹം പ്രപ്പോസ് ചെയ്യുകയുണ്ടായി. ആ ഒരു കാലഘട്ടത്തിൽ, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ തന്നെ ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമ അവരുടെ കരിക്കുലത്തിൽ പെടുത്തുവാനുള്ള ഒരു സജഷൻ അദ്ദേഹം ചെയ്യുകയുണ്ടായി. പക്ഷെ അത് പിന്നീട് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം. അതായത് എന്തുകൊണ്ടാണ് മുഖദ്ദിമ 15-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു ഇബ്നു ഖൽദൂന്റെ പ്രസിദ്ധമായ ആ രചന 19-ാം നൂറ്റാണ്ടിലെ ഈജിപ്ഷ്യൻ കരിക്കുലത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, യൂറോപ്യൻ എൻലൈറ്റ്മെന്റിന്റെ, യൂറോപ്യൻ റിനേസയുടെ തന്നെ കാരണങ്ങളിൽ ഒന്നായ ഇബ്നു ഖൽദൂന്റെ ചിന്തകൾ മുസ്ലിം സമൂഹത്തിലും പ്രത്യേകിച്ച് ഈജിപ്തിലും ശക്തമായ സ്വാധീനം ചെലുത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നിയത് കൊണ്ടാണ്. പക്ഷേ ആ ഒരു ചിന്തയെ അന്ന് പോസിറ്റീവായ തലത്തിലുള്ള റിയാക്ഷൻ ഈ അൽ-അസ്ഹറിന്റെ നേതൃത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. ഇതേ കാലഘട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിന് ധാരാളം റിഫോം പ്രവർത്തനങ്ങളുമുണ്ട്. പല അദ്ദേഹത്തിന്റെ റിഫോമിസ്റ്റ് ആക്ടിവിസങ്ങളെല്ലാം വളരെ പാർഷ്യലായി മാത്രമേ വിജയിക്കുകയുണ്ടായുള്ളൂ എന്നുള്ളതാണ്. കാരണം ശക്തമായ ഒരു തരത്തിലുള്ള ശത്രുത അന്ന്, അല്ലെങ്കിൽ ഇദ്ദേഹത്തോടുള്ള ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം അൽ-അസ്ഹറിലെ മറ്റുള്ള പണ്ഡിതന്മാരിൽ നിന്നും ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്നുള്ളത്. അതുമാത്രമല്ല, അന്നത്തെ ഈജിപ്ഷ്യൻ ഭരണാധികാരിയായ ഖദീവിൽ നിന്നും ഇദ്ദേഹത്തിന് ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസം നേരിടേണ്ടി വന്നതും അദ്ദേഹത്തിന്റെ ആ പരിഷ്കാര പ്രവർത്തനങ്ങൾ ഈജിപ്ഷ്യന്റെ വിദ്യാഭ്യാസ ക്രമത്തിൽ പൂർണ്ണമായും നടപ്പിലാക്കാതെ വരുന്നതിന് കാരണമായിട്ടുണ്ട്.
ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വായനകളും അതുപോലെ തന്നെ വെസ്റ്റേൺ ഇമ്പോർട്ടഡ് ആയ ചിന്തകളുടെ ശക്തമായ ഈ അതിനെ ഫോളോ ചെയ്യുന്നതിനെയും അദ്ദേഹം ശരിക്കും വിമർശിച്ചതായും നമുക്ക് കാണാൻ കഴിയും. ഈജിപ്തിലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അദ്ദേഹം എലമെന്ററി ലെവലിലും മിഡിൽ ലെവലും ഹയർ എഡ്യൂക്കേഷനിലും എല്ലാം അദ്ദേഹം വിവിധ ചിന്താധാരകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഇസ്ലാമിക ചിന്തകളെയും, അതായത് സുന്നി തിയോളജി അടിസ്ഥാനത്തിലുള്ള ഇസ്ലാമിക ചിന്തകൾ ഈ വിദ്യാഭ്യാസ ക്രമത്തിന്റെ തുടക്കത്തിൽ തന്നെയും പഠിപ്പിക്കേണ്ടതിന്റെയും അതിൽ കൂടി ഒരു എത്തിക്സും മോറൽ ലൈഫും കൂടി പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത. അതായത് വിദ്യാഭ്യാസ ക്രമം തുടങ്ങുമ്പോൾ തന്നെയും ഒരു സ്വാഭാവികമായും സുന്നി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളായതുകൊണ്ട് ഷേഖ് മുഹമ്മദ് അബ്ദു സുന്നി തിയോളജിയുടെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ മോറലും എത്തിക്സ് ലൈഫും കൂടി പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ ക്രമത്തിൽ കൂടി ആവണം ഒരു വിദ്യാർത്ഥി വളർന്നു വരേണ്ടത് എന്ന് അദ്ദേഹം ആ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മിഡിൽ സ്കൂളുകളിൽ അതേ പ്രൈമറി സ്കൂളിന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ പിന്നീട് മിഡിൽ സ്കൂളുകളിൽ അദ്ദേഹം ശരിയെ കുറിച്ചും അതുപോലെ തന്നെ മിലിറ്ററിയെ കുറിച്ചും മെഡിക്കൽ ട്രെയിനിങ്ങിനെ കുറിച്ചും ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് അവിടുത്തെ ജോലിനെ കുറിച്ചുമുള്ള വിവിധ തരത്തിലുള്ള ട്രെയിനിങ് കൂടി വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ലോജിക്കലായ, റീസണിങ് ആയ, അതുപോലെ തന്നെ വിവിധ ഇസ്ലാമിക ചിന്തകളിൽ കൂടി നല്ല രീതിയിൽ വൈജ്ഞാനിക വ്യവഹാരം നടത്താൻ പറ്റുന്ന സാഹചര്യവും ഈ തലത്തിൽ, ഈ വിദ്യാഭ്യാസ തലത്തിൽ പഠിപ്പിക്കുന്നതിന്റെ ആവശ്യകതയും അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ചിന്തകൾ സ്വാഭാവികമായും ഈ ഒരു തരത്തിലുള്ള ചിന്തകളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് കൊണ്ട് ഇസ്ലാമിക ലോകത്ത് ധാരാളം പണ്ഡിതന്മാർ, രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ള ആൾക്കാർ ഒരുപാട് ആകൃഷ്ടരായ ചരിത്രം നമുക്കുണ്ടാകും. കാസിം അമീനെ പോലുള്ള മുസ്ലിം മോഡേണിസ്റ്റ്, യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഈ ബഹുഭാരതത്തെ പോലുള്ള സ്ത്രീ വിഷയങ്ങളെ പോലുള്ള കാര്യങ്ങളിൽ ധാരാളം വെസ്റ്റേൺ ഐഡിയ, മോഡേണിസ്റ്റ് ഐഡിയ പുലർത്തിയ കാസിം അമീനെ പോലുള്ള ആൾക്കാർ പോലും ഇദ്ദേഹത്തിന്റെ ചിന്തയിൽ ആകൃഷ്ടരായ ആൾക്കാരാണ്. അതുപോലെ തന്നെ പ്രമുഖ സലഫി പണ്ഡിതനായ അദ്ദേഹത്തിന്റെ തന്നെ ശിഷ്യനായ റഷീദ് റിള പോലും ഇദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെടുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിൽ മുഹമ്മദ് അബ്ദുവിന്റെ ചിന്തകളെ പക്ക ലിബറലായ അല്ലെങ്കിൽ വെസ്റ്റേൺ ചിന്താധാര സ്വീകരിക്കുന്ന ഒരു ഗ്രൂപ്പായി മാറുകയും മറ്റൊരു വിഭാഗം സലഫിയ തൻവീരിയുടെ അടിസ്ഥാനത്തിൽ തന്നെ റാഷിദിലെ പോലുള്ള ആൾക്കാർ മറ്റൊരു ഗ്രൂപ്പായി മാറുന്ന സംഭവവും നമുക്ക് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നതാണ്. ധാരാളം നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെയും ധാരാളം ചിന്ത, അതായത് ഈ സലഫിയ തൻവീർ കേരളത്തിൽ തന്നെ ഈജിപ്ഷ്യൻ സലഫിസത്തിനാണല്ലോ ആദ്യമായി കൂടുതൽ സ്വാധീനം ലഭിക്കുന്നത്. അത് ഈ റിഫോമിസ്റ്റ് പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ രാഷ്ട്രീയ മേഖലയിലുള്ള റിഫോമിസ്റ്റ് പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ആന്റി ഇമ്പീരിയലിസ്റ്റ് ആക്ടിവിസം, ഇതെല്ലാം ഷേഖ് മുഹമ്മദ് അബ്ദു റഷീദ് റിളയുടെ ചിന്തകളുടെ ശക്തമായ സ്വാധീനമാണ്. ഇതുപോലെ തന്നെ സൗത്ത് ഏഷ്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലുമെല്ലാം ഷേഖ് മുഹമ്മദ് അബ്ദുവിന്റെ ചിന്തകളുടെ സ്വാധീനം പ്രകടമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തഫ്സീറിലും ഹദീസിലും ഫിലോസഫിയിലും സയൻസിലും അഖീദയിലും അങ്ങനെ പാരമ്പര്യ നിയമാവലികളിലുമെല്ലാം ഷേഖ് മുഹമ്മദ് അബ്ദുവിന്റെ ചിന്തകൾ കൂടുതൽ പ്രകടമാണ് എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ചിന്തകളിൽ കൂടി പോകുമ്പോൾ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ധാരാളം പണ്ഡിതന്മാർ മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച്, പ്രത്യേകിച്ച് വെസ്റ്റേൺ പണ്ഡിതന്മാർ, കുഴ്സ്മാനെ പോലുള്ള, യുവോൺ ഹദ്ദാദിനെ പോലുള്ള ധാരാളം പണ്ഡിതന്മാർ, വെസ്റ്റേൺ എക്സ്പേർട്ടുകൾ മുഹമ്മദ് അബ്ദുവിനെ കുറിച്ചുള്ള ജീവചരിത്രങ്ങളും അദ്ദേഹത്തിന്റെ ചിന്തകളെ കുറിച്ചുള്ള നിരൂപണങ്ങളും എഴുതിയിട്ടുണ്ട്. അതിൽ കുഴ്സ്മാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഷേഖ് മുഹമ്മദ് അബ്ദു മോഡേൺ വാല്യൂസിനെയും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഓതന്റിക്കായ ഐഡിയൽസിനോട് ചേർത്ത് വെച്ച് കൊണ്ടുപോവാൻ ശ്രമിച്ച ആളാണ് എന്നാണ് ചാൾസ് കുഴ്സ്മാൻ മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ യുവോൺ ഹദ്ദാദിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഈ ഇവല്യൂഷണറി അപ്രോച്ചും അതുപോലെ തന്നെ ഈ തരത്തിലുള്ള പുതിയ ചിന്തകളെ ഇസ്ലാമിക ചിന്തകളുമായി ബലാബലത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിച്ച ആളാണ് ഷേഖ് മുഹമ്മദ് അബ്ദു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പുതിയ തലമുറയെ ധാരാളം ഇസ്ലാമിക ചിന്തകൾക്കൊപ്പം തന്നെ ശാസ്ത്രീയ ചിന്തകൾക്കൊപ്പം ഒന്നിച്ചു കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ച ആളാണ്. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സൊസൈറ്റിയിൽ
ഈജിപ്ഷ്യൻ സൊസൈറ്റിയിൽ ആന്റി ഇമ്പീരിയലിസ്റ്റ് ചിന്തകൾക്കും ഇസ്ലാമിക നവോത്ഥാന ചിന്തകൾക്കും വിത്ത് പാകിയ ആളും കൂടിയാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദു. അതുപോലെ തന്നെ അലി അബ്ദുർ റാസിഖ് പോലുള്ള ആൾക്കാരെ, അതുപോലെ തന്നെ മുസ്തഫ അബ്ദുർ റാസിഖ്, അലി അബ്ദുർ റാസിഖ് പോലുള്ള ആൾക്കാരെ ആൾക്കാരുടെ ചിന്തകളിലും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിന്റെ ചിന്തകൾ പ്രകടമാണ്. അതല്ലാതെ തന്നെ ധാരാളം പണ്ഡിതന്മാർ, ധാരാളം ഈജിപ്ഷ്യൻ അറബ് ലീഡേഴ്സ്, പ്രത്യേകിച്ച് മുഹമ്മദ് ഫാരിദ് വജീദി, മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ, താഹ ഹുസൈൻ, ഖാസിം ബെയ് അമീൻ, അബ്ബാസ് മഹ്മൂദ് അക്കാദ്, ഇബ്രാഹിം അബ്ദുൽ ഖാദർ മാസിനി, മൻസൂർ ഫഹ്മി അടക്കമുള്ള വിവിധ ചിന്തകന്മാർ, ഇന്റലക്ച്വലുകൾ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിന്റെ ചിന്തകളിൽ ആകൃഷ്ടരായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഷെയ്ഖ് അഹമ്മദ് അൽ കത്വ, ഷെയ്ഖ് അൽ കരീം സൽമാൻ, ഷെയ്ഖ് സയ്യിദ് വഫ, ഷെയ്ഖ് മുഹമ്മദ് ഖലീൽ, ഷെയ്ഖ് ഹസനുള്ള അൻ നബവി, ഷെയ്ഖ് മുഹമ്മദ് ബഖീത്ത് അടക്കമുള്ള നിരവധി വിവിധ രാഷ്ട്രങ്ങളിലെ നിരവധി പണ്ഡിതന്മാരും ഇദ്ദേഹത്തിന്റെ ചിന്തകളിൽ ആകൃഷ്ടരായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഇത് കൂടാതെ തന്നെ ഈജിപ്തിന്റെ രാഷ്ട്രീയ മേഖലകളിലും, ഈജിപ്തിന്റെ നാഷണലിസ്റ്റ് പാർട്ടിയുടെ ചിന്തകളിൽ പോലും, അത് ഈജിപ്തിന്റെ തന്നെ ഒരു ആന്റി ഇമ്പീരിയലിസ്റ്റ് മുഖം നൽകാൻ, ഇവരുടെ പാർട്ടികളുടെ പ്രവർത്തനങ്ങളിൽ പോലും ആന്റി ഇമ്പീരിയലിസ്റ്റ് മുഖം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ധാരാളം മേഖലകളിൽ ഇസ്ലാമിക ചിന്തയെ മുന്നോട്ട് വെക്കുന്നതിൽ, ഇസ്ലാം പാരമ്പര്യ വിദ്യാഭ്യാസ ക്രമത്തെ തന്നെ ഒന്ന് മാറ്റി പുതുതാക്കി എടുക്കുന്നതിൽ, ഈജിപ്തിലെ അൽ അസർ പോലുള്ള വിവിധ മദാരിസുകളിലെ വിദ്യാഭ്യാസ ക്രമം മാറ്റുന്നതിലും, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിലും അവിടുത്തെ കരിക്കുലത്തിലും സിലബസിലും മാറ്റുന്നതിലും, സാമൂഹിക മത രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നതിലും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലോകത്ത് വിവിധ തലത്തിലുള്ള ചിന്താധാരയ്ക്ക് തുടക്കമിടുന്നതും മുസ്ലിം ലോകത്തെ പ്രത്യേകിച്ച് സലഫി സ്കൂൾ ഓഫ് തോട്ടിൽ തന്നെ അസലഫിയ തൻവീരിയ എന്ന് പറയുന്ന വ്യതിരിക്തമായ ഒരു സ്കൂൾ ഓഫ് തോട്ട് മുന്നോട്ട് വെക്കുന്നതിലും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അസ്സലാമു അലൈക്കും.